ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിൻ ഹോസ്പിറ്റൽ, പാല. നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യപാനം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. കാരണം അതിനെക്കാട്ടിലും പ്രശ്നമുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ മദ്യത്തെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മദ്യം എന്ന് പറയുന്നത് കുറച്ച് പേര് മാറി നിന്ന് കഴിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ചോറ് ഊന കൂട്ടി എല്ലാവരും ചുറ്റി ഇരുന്ന് കഴിക്കുന്നവരാണ്. കാരണം ഇത് രണ്ടിൻ്റെയും കണ്ടൻറ്റ് ഗ്ലൂക്കോസ് തന്നെയാണ്. അപ്പോൾ മദ്യം തൊട്ടുകൂട്ടാത്ത ആൾക്കാർക്ക് വരെ ഫാറ്റ് ലിവർ വരാറുണ്ട്. കാരണം ഭൂരിഭാഗം സ്ഥലങ്ങൾ, ഇപ്പം നമ്മുടെ സിനിമാ നടൻ കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്നത് ലിവർ ക്യാൻസർ ആയിരുന്നു. അപ്പം ലിവർ ക്യാൻസർ വരണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ സീറോസിസ്, ഫൈബ്രോസിസ്, അതിന് മുമ്പ് ഫാറ്റ് ലിവർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ സ്റ്റേജുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു രീതി വരുന്നത്. പക്ഷേ ഈ കൊച്ചിൻ ഹനീഫ എന്ന് പറഞ്ഞ ആൾ ഒരു തുള്ളി മദ്യം തൊടാത്ത ആളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കലാഭവൻ മണിയുടെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ മെയിനായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു. പക്ഷേ സീറോസിസ് ആയി. അപ്പം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നു, പാടില്ല എന്നുള്ള രീതി പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മണി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, മദ്യം എന്ന് പറയുമ്പം ഈ പറയുന്ന സ്കോച്ചും വിസ്കിയും ബ്രാൻഡിയും റമ്മും ഒക്കെയാണ്, ബീർ കുഴപ്പമില്ല എന്നുള്ള രീതി എടുത്ത് വെച്ചാൽ. എന്ന് വെച്ചാൽ ബീർ എന്ന് പറയുന്നത് തുടക്കത്തിനുള്ളതാണ്, ആർക്കും കഴിക്കാവുന്നൊരു സാധനം. അന്ന് പറഞ്ഞു വെച്ചാൽ ലിറ്റർ കണക്കിനായിരുന്നു അവസാനം ബീർ കുടിച്ചുകൊണ്ടിരുന്നത്. അന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ 3-4 കുപ്പി വലിയ, അങ്ങനെയാണ് കലാഭവൻ മണി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അത് സിവിയറായിട്ട് വരികയും അപ്പോഴും ഡോക്ടർ പറഞ്ഞേക്കുന്ന കാര്യം അത് നമ്മൾ എടുക്കുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു സംശയം എന്ന് പറയുന്നത്, മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത്, അതായത് ഒരു 5% ആൽക്കഹോളാണ് ബീറിലുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അത് 5% ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ 100 ml കാര്യമാണ്. ഇതേപോലെ ഈ ബോട്ടിൽ കണക്കിന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കയറുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വിസ്കിയിലും ബ്രാൻഡിലും ഒക്കെ എന്ന് പറയുന്നത് 40, 42, 45% എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ അളവെന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ ഇതേപോലെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കഴിക്കുന്ന ബീറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചത്. അപ്പം അതിന് ഓട്ടോപ്സി റിപ്പോർട്ടുകളിൽ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ലിവറിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കീടനാശിനിയിൽ എന്താ പറയുക, പച്ചക്കറി കഴിച്ചാൽ കീടനാശിനിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതി പറഞ്ഞു. എന്ന് വെച്ചാൽ ലിവറിന് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ഓരോ ദിവസം കഴിക്കുന്ന ഒരു വിഷാംശങ്ങൾ പോലും ലിവറിന് എന്താ പറയുക, ഉപയോഗപ്പെടുത്താനോ അതിനെ പുറത്തേക്ക് കളയാനോ ഡീടാക്സിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. എത്രയോ ആളുകൾ അതേപോലെ മദ്യത്തിൻ്റെ രീതി പറയുമ്പോൾ നമ്മുടെ ഭൂരിഭാഗം നമുക്കറിയാവുന്ന ആളുകളിൽ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ചെറുപ്രായത്തിൽ തന്നെ മരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മദ്യപാനത്തിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എന്താ, കുറച്ച് പേര് നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്, കുറേ കൊല്ലങ്ങളായിട്ട് മദ്യപിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ കുറച്ചേ ഉള്ളൂ, കുറച്ച് നാളേ ഉള്ളൂ, പക്ഷേ അവർക്ക് എല്ലാ രോഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, പണ്ടത്തെ ആൾക്കാരൊക്കെ എന്തോരമാണ് മദ്യപിക്കുന്നത്, രാത്രിയും കള്ളും കുടിച്ച് സുഖമായിട്ട് കടന്നുറങ്ങുന്നു, എത്രയോ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നു, അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരെ 80, 90, 100 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ഇപ്പോഴത്തെ ആൾക്കാരെ ഇപ്പോൾ 40ാമത്തെ വയസ്സിൽ തന്നെ ലിവറിന് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ പണ്ടത്തെ രീതി ഇപ്പോഴത്തെ രീതിയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കുനിഞ്ഞൊരു കരിയില പോലും വെറുക്കാത്ത ആൾക്കാരാണ്. പക്ഷേ പണ്ട് എന്ന് പറയുന്നത് ഈ കപ്പക്കൂടം കളച്ചും റബ്ബർ വെട്ടിയും അതേപോലെ തെങ്ങിന് തടവിട്ടും ഇങ്ങനെയൊക്കെ ഓരോ അധ്വാനിച്ച് ജോലി ചെയ്തിട്ട് പിന്നെ വന്ന് മദ്യപിക്കുമ്പം ആ ബോഡിക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഉള്ള പിസയും ബർഗറും മധുര സാധനങ്ങളും ബേക്കറികളും ചോറും എല്ലാം ഇങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ കുറച്ച് മദ്യം കൂടെ കയറ്റുമ്പോഴത്തേനും ലിവറൊന്നും താങ്ങത്തില്ല. അപ്പം 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് അറിയുന്നത് ബോഡി വെയിറ്റ് കൂടുന്നതിൻ്റെ വെച്ചാൽ ഈ മദ്യപാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ശരീരം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം എൻ്റെ അടുത്തേക്കാണ് ഒരാൾ വരുന്നതെങ്കിൽ അപ്പം നമ്മൾ അവരുടെ തല ഇപ്പോൾ ഈ കുക്കറിന് മുകളിൽ വെക്കുമ്പോൾ ഒരു വിങ്ങി പൊട്ടുന്നൊരു രീതിയില്ലേ, അതായത് ഒരു ചുമന്ന ടൈപ്പിൻ്റെ ഒരു ഷെയ്ഡ് മുഖത്ത് വരും. അതേപോലെ തന്നെ മുഖത്ത് പാടുകളുണ്ടാകും, കണ്ണ് ചുമന്ന് വരും, കണ്ണിൻ്റെ ഈ ഒരു തിക്നെസ് കട്ടിയായിട്ട് വരും. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി, ഇതിപ്പോൾ ലിവറിൻ്റെ ഏകദേശം തീരുമാനമായിട്ടുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ കാണാറില്ലേ, അവർക്ക് പ്രമേഹമുണ്ട്, അവർ ആലോചിക്കുന്ന ചോറ് കഴിച്ചാലോ മധുരം കഴിച്ചാലോ അല്ലെങ്കിൽ കപ്പ കഴിച്ചാലോ ഒക്കെയാണ് പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ ഇതിന് സെയിം കണ്ടൻറ്റാണ് മദ്യത്തിലും. ഈ മദ്യം ചെറിയ അളവ് കഴിച്ചാലും ഹൈ ഗ്ലൂക്കോസ് കണ്ടൻറ്റാണ് ബോഡിയിലേക്ക് കയറുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഭക്ഷണങ്ങളെല്ലാം കുറച്ച് കഴിച്ച് ഇവിടുന്ന് മദ്യം കഴിച്ചെന്ന് പറഞ്ഞാൽ ഷുഗർ അങ്ങ് കയറും. ഇനി ഈ സെയിം മദ്യത്തിൻ്റെ കൂടെ ഷുഗർ ഗുളിക കഴിച്ചിട്ട് ഈ ഗുളിക കൊണ്ട് യാതൊരു ഉപയോഗമില്ല. കാരണം ഈ മദ്യത്തിൻ്റെ കൂടെ ഏത് മരുന്നെടുത്താലും ശരീരം വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തില്ല. അപ്പം മദ്യം എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ടൊരു സംഭവമല്ല. പിന്നെ ചിലർ പറയാറില്ലേ, ഒരു പെഗ് നല്ലതാണ്, കുഴപ്പമില്ല എന്നുള്ള രീതി പറയാറില്ലേ. പക്ഷേ ഈ ഒരു പെഗ് നല്ലതാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ശരീരഘടന മനസ്സിലാക്കിയിട്ട് വേണം അത് പറയാനായിട്ട്.
പല കാർഡിയോളജിസ്റ്റുകൾ പറയാറുണ്ട് ഹാർട്ടിന് നല്ലതാണ്, ലിവറിന് നല്ലതാണ്, ഒരു ചെറിയ അളവിൽ ഉൾപ്പെടുന്നത് നല്ലതാണ്. അങ്ങനെ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡോക്ടർമാരും പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ശരീരപ്രകൃതം നോക്കാതെ ആ വ്യക്തിയോട് 30 ml നല്ലതാണ്, 60 ml നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 90 വരെ ഓക്കെയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പൊതുവേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല. ചില ആളുകൾക്ക് ചെറിയ അളവിൽ അടിക്കുമ്പോൾ തന്നെ കിക്ക് വരുന്ന ആൾക്കാരുണ്ട്, തലയ്ക്ക് പിടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് എന്താ, ഭക്ഷണത്തിന് മുമ്പ് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് മദ്യപിക്കുന്ന പറഞ്ഞാൽ എന്തായാലും മദ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തലയ്ക്ക് പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണല്ലോ കഴിക്കുന്നത്. അല്ലാതെ ചുമ്മാതെ ഈ 30 ml കഴിച്ചുകൊണ്ട് ആരായിരിക്കുന്നത്? ഈ അച്ചാർ പോലെ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ കുടം കണക്കിന് കമത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലിവറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഒരു തവണയൊക്കെ കിക്ക് വരും, രണ്ടാമത്തെ തവണ ഇതൊക്കെ തന്നെ, മൂന്നാമത്തെ തവണ ഡാമേജ് തുടങ്ങും. അപ്പോൾ താങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശരീരത്തിന്. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലിവറിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറയുന്നത് രക്തക്കുഴലുകളെ ബ്ലോക്കാണ്. ഇത് ബ്ലോക്ക് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ കാഴ്ച മങ്ങി വരും. കാരണം കണ്ണിലേക്കുള്ള രക്തക്കുഴലിൻ്റെ പ്രശ്നം തുടങ്ങും, കുറച്ച് നടക്കുമ്പോഴത്തേന് കിതപ്പ് തുടങ്ങും, ഹാർട്ടിൻ്റെ ബ്ലോക്ക് തുടങ്ങും, പുരുഷന്മാരുടെ ഉദാഹരണ പ്രശ്നങ്ങൾ തുടങ്ങും, കാലിൽ പുകച്ചിൽ മരപ്പ് തുടങ്ങും, വെയിന് പലചാകാൻ തുടങ്ങും, പല കാര്യങ്ങൾ ഇതിനകത്തുണ്ടാകും. അപ്പോൾ ഭൂരിഭാഗം സംഭവിക്കുന്നത് അറ്റാക്കുകൾ, സ്ട്രോക്കുകൾ, അതേപോലെ തന്നെ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ബ്ലോക്കുകൾ, ഇത് മൊത്തം മദ്യപാനത്തിൻ്റെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അതായത് പാരമ്പര്യമായിട്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് സിസോഫേനിയോ ബൈപോളറോ അല്ലെങ്കിൽ സിവിയർ ഡിപ്രഷനുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ബിഹേവിയറലായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും മാനസിക ബുദ്ധിമുട്ടുള്ള പേരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളിൽ 90% ആൾക്കാർക്കും ഈ മാനസിക ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ളതിനകത്ത് ഈ പറയുന്ന മദ്യം കൂടെ കയറി കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള കൺട്രോളൂടെ പോകും. അതായത് 50-ാമത്തെ വയസ്സിൽ വരേണ്ട പ്രശ്നം ചിലപ്പോൾ 25-ാമത്തെ വയസ്സിൽ തന്നെ വരുന്ന രീതിയിലേക്ക് വരും. ഒരു തവണ ഇതായിക്കഴിഞ്ഞാൽ ഈ ബൈപോളാറിൻ്റെ സിസോഫ്രീനിയുടെ ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എഡിക്ഷനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇവർ വീണ്ടും ഇതിലേക്ക് വരും. ഒരു സൈഡിൽ നിന്ന് സിഗരറ്റ് അല്ല ബീഡിയാണ് വലിക്കുന്നത്, കാരണം അത്രയ്ക്കും എക്സ്ട്രീം ആയിട്ടുള്ള പോകുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറയുന്ന അളവ് കൂടി വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളാണ് ശരീരത്തിൽ വന്നത്. അവരുടെ സ്വഭാവ രീതി മാറും. അതായത് സൂയിസൈഡൽ ടെൻഡൻസി, അതായത് തൊട്ടേനും പിടിച്ചാനൊക്കെ അരിശപ്പെടുക, ഇറിറ്റേറ്റഡ് ആകുക, റിലേഷൻഷിപ്പ് സ്പോയിലാകുക, കുടുംബജീവിതം നശിപ്പിക്കുക, ആകെ ഇതായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അറിയേണ്ടത് മദ്യം നല്ലത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് ഡോസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മദ്യം കുടിക്കാതിരുന്ന അത്രയും നല്ലത്. ഇനി കുടിക്കുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുന്നു എന്നുള്ളതാണ് മെയിനായിട്ടും അവിടെ സംഭവിക്കുന്നത്. അപ്പം മദ്യത്തിൽ ചെറിയ അളവ് വലിയ അളവ് എന്നുള്ളതൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളാണ്. മദ്യത്തിൻ്റെ കൂടെ എന്ത് സാധനം, അപ്പോൾ നമ്മൾ മദ്യം മാത്രമല്ലല്ലോ കഴിക്കുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്, ഇറച്ചി മീനും മുട്ടയും കഴിക്കുന്നുണ്ട്, പച്ചക്കറികൾ കഴിക്കുന്നുണ്ട്, ഈ കോല ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, കേക്ക്, ബിസ്ക്കറ്റ്, റസ്ക്, ഇതെന്തോരം സാധനങ്ങളാണ്, ഊർജ്ജമാണ് ശരീരത്തിലേക്ക് കയറുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ശരീരം അധികം അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും, അതായത് ഏറ്റവും കൂടുതൽ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ ഈ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, LDL, VLDL എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, അതിനകത്ത് ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടുന്നതെന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ള ഫാറ്റ് കൺവേർട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ സഡൻ ആയിട്ടുള്ള ഫാറ്റ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പറയാറില്ല, ഞാൻ കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് ഞാൻ മുട്ടയുടെ മഞ്ഞ കഴിക്കാറില്ല, ബീഫ് കഴിക്കാറില്ല, പോർക്ക് കഴിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അവർ ഈ മദ്യത്തിൻ്റെ കാര്യം മിണ്ടത്തില്ല, കാരണം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് മദ്യം. അപ്പോൾ ഇപ്പം നമ്മൾ പറയുകയാണ് 3 ദോശ കഴിച്ചു. 3 ദോശ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 ദോശ ശരീരം ഉപയോഗിക്കും, 1 ദോശ ട്രൈഗ്ലിസറൈഡ് ആക്കി വെക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ 1 ദോശ ഉപയോഗിക്കും, 2 ദോശയെ ട്രൈഗ്ലിസറൈഡ് ആക്കി ഫാറ്റാക്കി മാറ്റിയിട്ട് ലിവറിൽ കയറ്റി വെക്കും. അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? മിനിമം ഒരു 3-4 തവി ചോറുണ്ണും. അപ്പോൾ 1 തവി ഉപയോഗിക്കും, വീണ്ടും 3 തവി ട്രൈഗ്ലിസറൈഡ് ആക്കി വെക്കും. വൈകുന്നേരം ഉപയോഗിക്കാൻ, വൈകുന്നേരം ആണെങ്കിൽ നമ്മളൊരു 3 ചപ്പാത്തിയും കഴിക്കും. 1 ചപ്പാത്തി ഉപയോഗിക്കുക, 2 ചപ്പാത്തി വീണ്ടും കയറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെ നിറച്ച് വെക്കുന്നതിൻ്റെ കൂടെ മദ്യം കൂടെ കയറുമ്പോഴത്തേനും ഓവർലോഡാവും, അപ്പം ഡാമേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കൊരു വെരിക്കോസ് പ്രശ്നമുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ഭയങ്കരമായിട്ട് മദ്യപാനിയായിരുന്നു. കാലൊക്കെ ചൊറിഞ്ഞ് പൊട്ടി ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്, മദ്യം കട്ട്, നമുക്ക് കാല് ശരിയാക്കി എടുക്കാം. അങ്ങനെ അവരുടെ കാല് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു 60% നീരും കുറഞ്ഞ് മുറിവും കരിഞ്ഞ് നല്ല രീതി വന്നു. ഞായറാഴ്ച ദിവസം ക്ലിനിക്ക് അവധി ആയതുകൊണ്ട് അവരോട് തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം എന്ത് ചെയ്തു, ഈ പുള്ളിക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ ആയിരുന്നതുകൊണ്ട് ഞായറാഴ്ച പോയിട്ട് ഇവർ 2 പേഗം കണ്ട് കഴിച്ചു.
തിങ്കളാഴ്ച വന്നപ്പോൾ വീണ്ടും നീര് കൂടി പൊട്ടി ആകെ പ്രശ്നമായി, വ്രണം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ നടക്കത്തില്ല. അപ്പോൾ ആ വ്യക്തി പറയാണ്, ഡോക്ടറെ എനിക്കിത് എഡിക്ഷൻ ആയിപ്പോയി, എനിക്കറിയാം എനിക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വെറുതെ നമ്മൾ ഈ ചികിത്സ ചെയ്ത് ആ കാശും കളയണ്ട, ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോകും, എന്നിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും നോക്കാം എന്ന് പറയും. പക്ഷേ വീട്ടിൽ പോയി 2 ദിവസം കൊണ്ട് ആൾ സീരിയസ് ആയി, ആശുപത്രി പോയി. എന്നിട്ട് 7 ദിവസം ഉണ്ടായിരുന്നു. 7 ദിവസത്തിൽ എത്രയാ 8-9 ലക്ഷം രൂപയാണ് ചിലവായത്. കാരണം എല്ലാ ടെസ്റ്റും ചെയ്തു. അത് കഴിഞ്ഞേച്ച് ഞാൻ വിളിച്ച് ചോദിച്ചു, ഒരു 5-ാമത്തെ ദിവസമായി വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ വ്യക്തി പറയാണ്, ഡോക്ടറെ ഞാൻ ഒരു മെഷീനോട് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും കൂടെ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ആയിട്ട് പറയാം. കാരണം അവിടെ ഉള്ള മെഷീനുകളെല്ലാം തീർന്നു, എല്ലാം സ്കാനിങ് പരിപാടി, എല്ലാം കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി, A to Z സാധനം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്ന ആൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആൾ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്ന ചെറിയ അളവാണല്ലോ എന്ന് വിചാരിക്കുന്നത്, പക്ഷേ കപ്പാസിറ്റി, നമ്മുടെ ബോഡിയിലുള്ളൊരു കപ്പാസിറ്റി എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഹെൽത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിവർ ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്കൊക്കെ വന്നാൽ ഒറ്റയടിക്ക് മരിച്ചാൽ മരിച്ചു, നല്ല കാര്യം, കാരണം ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല. പക്ഷേ മരിച്ചില്ലെങ്കിലോ, ഒരു സൈഡ് തളർന്നു, BP ഇങ്ങനെ കയറുകയാണ്, ഒരു സൈഡ് കൈയും തളർന്നു, കാലും തളർന്നു. കാരണം ഞാൻ ഒരു കുറേ നാൾ ഈ പാരലൈസിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഭർത്താവ് ഇങ്ങനെ നല്ല മദ്യപാനിയായിരുന്നു. പുള്ളി വന്നുവെച്ചിങ്ങനെ മുമ്പേ ഇരിക്കുക, ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോൾ ഭാര്യ എന്നോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി, ഇങ്ങനെയുടെ കാര്യത്തിൽ വല്ല തീരുമാനമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റി? ഒന്നുമില്ല, നല്ല സമയത്ത് മൊത്തം കുടിച്ചുകൊണ്ട് നടന്നു, വീട്ടുകാരെ ഒന്നും നോക്കിയില്ല, ഇപ്പോൾ ഇയാളെ ഞാനാണ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യം, എന്നെ കൊണ്ടങ്ങ് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പം ഒന്നും എന്ത് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ഓർക്കുന്നൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തി അവിടെ നിന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യ വിചാരിക്കണം. അപ്പം ബാക്കിയുള്ള സമയം എന്താ, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഭാര്യ കൊടുക്കണം, ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഭാര്യ കൊണ്ടുപോകണം, ഭക്ഷണം കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യ വിചാരിക്കണം. കാരണം ഈ വ്യക്തി കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനൊരു ലൈഫ് ലീഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരത്തെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡോസേജ് എന്ന് പറഞ്ഞൊരു ഡോസേജ് ഒന്നുമില്ല. ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്ന അളവ് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവും ആ വ്യക്തി പല ഭക്ഷണങ്ങളും, പല രീതികളും, പല ലൈഫ് സ്റ്റൈലും, പല മരുന്നുകൾ. കാരണം ജോണ്ടീസ്, മലേറിയ, ടൈഫോയിഡ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം ലിവർ ഡാമേജ് ആയി, പിന്നെ ഇത് റിക്കവർ ആകുന്നതിന് മുമ്പ് വീണ്ടും ഇതും കൂടെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഉള്ളതോടെ പോയി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം നോക്കിയിട്ട് വേണം മദ്യത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, മദ്യപാനം ഒരിക്കലും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷേ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SGPT, SGOTയും ലിപ്പിഡ് പ്രൊഫൈലൊന്നും അല്ല, അതൊക്കെ ചെക്ക് ചെയ്ത് അവസാനമേ കാണിക്കത്തുള്ളൂ. ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫൈബ്രോ സ്കാൻ എന്ന് പറയും. അൾട്രാസൗണ്ട് സ്കാനല്ല, ഫൈബ്രോ സ്കാൻ. ഫൈബ്രോ സ്കാനിൽ ലിവറിൻ്റെ കറക്റ്റ് കണ്ടീഷൻ അറിയാം. അത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്തിട്ട് സ്ട്രക്ചറൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ അളവിലൊക്കെ ആയുഷ്കാലം മുഴുവനും മദ്യപിക്കാൻ പറ്റും. അതൊന്നും അല്ലാതെ, ഒന്നും അറിയാതെയാണ് ഈ പോകുന്നതെങ്കിൽ അധികം നാളും ശരീരം താങ്ങത്തില്ല. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ മദ്യപാനത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.